8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ശീതളിന് ഡോക്ടറാകണമെന്നായിരുന്നു ആഗ്രഹമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് നിഷേധിക്കപ്പെട്ടത് ശീതളിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുക വഴിയാണ്. ശീതളിന് ലൈംഗിക പീഡനം വരെ അവിടെ നിന്ന് അനുഭവിക്കേണ്ടി വരുന്നതുകൊണ്ടാണ്. അങ്ങനെ പഠനം മുറിയുകയാണ്. 8ാം ക്ലാസ് പഠിച്ചയാളിന് പിന്നെ തൊഴിൽ സാധ്യത എവിടെയാണ്? കേരളത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ശീതൾ ചെയ്യുന്നത്. അപ്പോൾ ഇവരെ ഈ രൂപത്തിൽ അരക്ഷിതത്വത്തിലേക്ക് തള്ളുന്നത് ഇവരെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്ന പൊതുസമൂഹമാണ്. പോലീസ് പിന്നെ അതിൻ്റെ മറ്റൊരു അധികാര രൂപമായി ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നു എന്നതാണല്ലോ പ്രജിത്ത്. തീർച്ചയായും ആ സാഹചര്യം മാറുന്ന നിലയിലുള്ള ഒരു നീക്കം ഇപ്പോൾ സർക്കാർ തലത്തിൽ വരുന്നുണ്ട്. തീർച്ചയായും ഉണ്ട്. ഇന്ന് അവർ നേരിടുന്ന പ്രധാന പ്രശ്നം വിദ്യാഭ്യാസം ഇല്ലായ്മ തന്നെയാണ്. 58% പേരാണ് കഴിഞ്ഞ നമ്മുടെ ട്രാൻസ്ജെൻഡർ സർവേയിൽ സ്കൂൾ ഡ്രോപ്പ് ഔട്ട്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഈ TG പോളിസി വന്നതിന് ശേഷം ആദ്യമായിട്ട് നടപടിയെടുക്കുന്നത് നമ്മുടെ കേരള സംസ്ഥാന സാക്ഷരതാ മിഷനാണ്. സാക്ഷരതാ മിഷൻ ഇവർക്ക് വേണ്ടിയിട്ട് തുടർ വിദ്യാഭ്യാസ പദ്ധതി ആവിഷ്കരിച്ച് വരികയാണ്. അതിൻ്റെ ഒരു സർവേ നടപടികൾ, അതായത് ഇവർ ഏതൊക്കെ ക്ലാസ്സുകളിലാണ് ഡ്രോപ്പ് ഔട്ട് ആയിട്ടുള്ളത്, ഇവരുടെ എത്ര പേര് ഇനി പഠിക്കാൻ തയ്യാറാണെന്നൊരു സർവേ ഈ വരുന്ന ചൊവ്വാഴ്ച വിദ്യാഭ്യാസ മന്ത്രി തിരുവനന്തപുരം കുന്നുകുഴി വാർഡിൽ വെച്ച് നടത്തുകയാണ്, ഒരു സർവേയിലേക്ക്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസ പദ്ധതി സർക്കാർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുടുംബശ്രീ മിഷൻ ആവട്ടെ, കൊച്ചി മെട്രോ ആവട്ടെ, ഇവർക്ക് വേണ്ടിയിട്ടുള്ള തൊഴിൽ സാധ്യതകളെ പറ്റിയും ആലോചിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ട്രെയിനിങ് അടക്കം കഴിഞ്ഞു. അതിലാണ് രാഗരഞ്ജിനി ഉള്ളത്. രാഗരഞ്ജിനി അതിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ടാണ് വരുന്നത്. ആ രാഗരഞ്ജിനിക്കാണ് അടി കിട്ടിയത്. നിങ്ങൾ എന്തുകൊണ്ട് പുറത്തിറങ്ങരുതെന്ന് പറയുന്നു, എന്തുകൊണ്ട് വീണ്ടും ഇവരെ ആട്ടി ഓടിക്കപ്പെടുന്നു, അതാണ് വീണ്ടും ചോദ്യം ചെയ്യേണ്ടതെന്നതാണ്. ശരി, ഞാൻ ദീപ്തിയിലേക്ക് വരുന്നതിന് മുൻപ് ശീതൾ ശക്തമായി പറഞ്ഞു, ഞങ്ങളുടെ സ്വന്തം ലിംഗ സ്വത്വം എന്താണോ അത് പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ നിൽക്കും, ഇത് ഞങ്ങളുടെ നാടാണ്. ഇതൊക്കെ ശരിയാണ് ശീതൾ. പക്ഷേ സുപ്രീം കോടതി വിധിയുടെ പിൻബലമുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക്. നിങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ തുല്യരായി തന്നെ പരിഗണിക്കപ്പെടേണ്ട വിഭാഗമാണ് എന്ന ബോധമുണ്ട്, സർക്കാരിനൊരു നയമുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും ശീതൾ സ്വന്തം ലിംഗസ്വത്വം എന്ത് എന്ന് തുറന്നു പറയാൻ എത്രത്തോളം ആളുകൾ കേരളത്തിൽ തയ്യാറാകുന്നുണ്ട്? ഇപ്പോൾ ഒരു 2011 സെൻസസ് കണക്ക് പറയുന്നത് 4.88 ലക്ഷം ട്രാൻസ്ജെൻഡേഴ്സ് രാജ്യത്തുണ്ട് എന്ന്. 1.4 ലക്ഷമാണ് UP യിൽ. കേരളത്തിൽ വെറും 3900. ഇത് യഥാർത്ഥത്തിൽ ഇത്രയല്ല, ഇതിനേക്കാൾ എത്രയോ ഇരട്ടിയുണ്ട്. പക്ഷേ സ്വന്തം ലിംഗസ്വത്വം എന്താണ് എന്ന് തുറന്നു പറയാൻ മടിക്കുന്നത് കൊണ്ടാണ് ന്യൂനാൽ ന്യൂനപക്ഷം എന്ന ഒരു ദൗർബല്യം കൂടി നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. ഈ സാഹചര്യത്തെ എങ്ങനെ മറികടക്കാൻ കഴിയും ശീതൾ? തീർച്ചയായിട്ടും ഇത് മറികടക്കേണ്ടത് നമ്മൾ സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. കാരണം സ്വന്തം ആൺമക്കളെയും പെൺമക്കളെയും നമ്മൾ വേർതിരിച്ചിട്ടാണ് വളർത്തുന്നത്. ഒരു ആൺകുട്ടിക്ക് കൊടുക്കുന്ന പ്രിവിലേജുകളും സ്വീകാര്യതകളും പലപ്പോഴും സ്വന്തം കുടുംബങ്ങളിൽ അച്ഛനമ്മമാർ സ്വന്തം പെൺകുട്ടികൾക്ക് കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ അടുത്ത് ഒരു നടീനെ ഉപദ്രവിച്ച സംഭവത്തിൽ ആ നടിയുടെ സംഘടന തന്നെ പറഞ്ഞത്, നിങ്ങൾ തൊഴിലിന് വരുമ്പോൾ ഇനി നിങ്ങൾ നിങ്ങളുടെ സഹോദരനെയോ അച്ഛനെയോ കൂടെ കൂട്ടണമെന്ന്. അങ്ങനെ പറയുന്ന ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് ട്രാൻസ്ജെൻഡേഴ്സിനും കൂടി ഇടം ലഭിക്കുന്നത്? അവരുടെ ഇടങ്ങളും സമയങ്ങളൊക്കെ തന്നെ ആരാണ് നിശ്ചയിക്കുന്നത്? ഓരോ വ്യക്തിയുടെയും ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവർ തിരഞ്ഞെടുക്കുന്നതും ചൂണ്ടിക്കാണിക്കുന്നതുമല്ല. ഞാൻ പറയുന്ന ഐഡൻറ്റിറ്റി എൻ്റേത് മാത്രമാണ്, എൻ്റെ സമയങ്ങൾ എൻ്റേത് മാത്രമാണ്. നമ്മളിവിടെ ദേശീയ വനിതാ ദിനാഘോഷം നടന്നു. അന്ന് പല സംഘടനകളും ഒരു ദിവസം മാത്രം പെൺസംഘടനകളടക്കം രാത്രി ഞങ്ങളുടേത് കൂടിയാണെന്ന് പറഞ്ഞ് പല ഘോഷങ്ങളും പ്രകടനങ്ങളും നടത്തി. അത് മാത്രമല്ല, രാത്രി എല്ലാവരുടേതും കൂടിയാണ്, പകലുകളിൽ എല്ലാവരോടും കൂടിയതാണ്, വസ്ത്രം എല്ലാവരോടും കൂടിയതാണ്. ഐഡൻറ്റിറ്റി, ഡിഗ്നിറ്റി, ഈക്വാലിറ്റി, റെസ്പെക്റ്റ്, വിദ്യാഭ്യാസം, സ്വാതന്ത്ര്യം, നിയമം, ആരോഗ്യം, ഇതെല്ലാം ഒരേ തരത്തിൽ അനുഭവിക്കാൻ പ്രിവിലേജുള്ള ആൾക്കാരാണ് ഇവിടുത്തെ ഒന്നാം ലിംഗക്കാരായ പുരുഷന്മാരും രണ്ടാം ലിംഗക്കാരായ സ്ത്രീകളും മൂന്നാം ലിംഗക്കാരായ ട്രാൻസ്ജെൻഡേഴ്സും. അപ്പം ഞാൻ ചോദിക്കുകയാണ് കോടതിയോട് തന്നെ, എങ്ങനെയാണ് എന്നെ മൂന്നാം ലിംഗം എന്ന് വിളിക്കാൻ എൻ്റെ യോഗ്യത കൽപ്പിക്കുന്നത്? എങ്ങനെയാണ് സ്ത്രീ രണ്ടാം ലിംഗത്ത് യോഗ്യതയാവുന്നത്? എങ്ങനെയാണ് പുരുഷൻ ഒന്നാം ലിംഗ സ്ഥാനത്തേക്ക് എത്തുന്നത്? ഈവൻ എൻ്റെ എന്ത് യോഗ്യതയാണ്? കാരണം പുരുഷൻ്റെ മാസ്കുലിനിറ്റിയാണ്, സ്ത്രീയുടെ ഫെമിനിറ്റിയാണ്, ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ സ്ത്രൈണതയാണ് ആ സ്ഥാനങ്ങൾ കൽപ്പിക്കുന്നത് എന്ന് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഒരു പുരുഷനെ പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒരു സ്ത്രീയെ പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നുണ്ടെങ്കിൽ ഞാനാണ് ഒന്നാം ലിംഗ സ്ഥാനത്തേക്ക് എത്തേണ്ടത്. എൻ്റെ ചിന്തകൾ പുരുഷനെക്കാട്ടും സ്ത്രീനെക്കാട്ടും വിഭിന്നമാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പുരുഷനെയും സ്ത്രീനെയും നോക്കി വേണമെങ്കിൽ പറയാം നിങ്ങൾ വ്യത്യസ്തനാണെന്ന്. പക്ഷേ ഈ വ്യത്യസ്തതയൊക്കെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ജീവിക്കുന്നു ഈ സമൂഹത്തിൽ.
ഇത്രയൊക്കെ ഡിസ്ക്രിമിനേഷനും സ്റ്റിഗ്മയും ഉണ്ടായിട്ടും ഞങ്ങൾ ജീവിക്കുന്നു അഭിമാനത്തോടു കൂടി. അങ്ങനെയാണെങ്കിൽ എൻ്റെ സമയങ്ങൾ നിശ്ചയിക്കേണ്ടത് ഇവിടുത്തെ പോലീസല്ല, ഇവിടുത്തെ ഭരണകൂടമല്ല. ഇവിടുത്തെ 6 മണി കഴിഞ്ഞാൽ പെൺകുട്ടികൾ പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഒരു ട്രാൻസ്ജെൻഡർ 6 മണിക്ക് മേലെ സഞ്ചരിക്കും, അവർ ജീവിക്കും, അവർ തൊഴിലെടുക്കണം. ട്രാൻസ്ജെൻഡർ പോളിസി പാസ്സാക്കിയെന്ന് അഭിമാനത്തോടെ പറയുന്ന രാജ്യത്ത് അല്ലെങ്കിൽ സംസ്ഥാനത്ത് 35,000-ഓളം ട്രാൻസ്ജെൻഡേഴ്സ് ഉള്ള സംസ്ഥാനത്ത് ഏതെങ്കിലും ട്രാൻസ്ജെൻഡർ ഏതെങ്കിലും പ്രൈവറ്റോ ഗവൺമെൻറ്റോ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നില്ല. ഏതെങ്കിലും ട്രാൻസ്ജെൻഡർ സ്വന്തം കുടുംബങ്ങളിൽ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ അച്ഛനമ്മമാർ പരിഗണിക്കപ്പെടുന്നില്ല. ഏതെങ്കിലും ട്രാൻസ്ജെൻഡർ ഒരു തൊഴിൽ സ്ഥാപനത്തിൽ പ്രൈവറ്റോ ഗവൺമെൻറ് ഒരു തൊഴിൽ സ്ഥാപനത്തിൽ പോലും തൊഴിൽ ചെയ്യപ്പെടുന്നില്ല. അവർക്ക് ഒരു തരത്തിലുള്ള നിയമസാധ്യത നേടുന്നില്ല. അവർക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളോ വയലൻസോ ഒന്നും തന്നെ ഒരു ഹോസ്പിറ്റലുകളിലും ഒരു പോലീസ് സ്റ്റേഷനുകളിലും രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല. അവരെവിടെ ജീവിക്കുന്നു, അവരെങ്ങനെ ജീവിക്കുന്നു, എങ്ങനെ ഭക്ഷണം കഴിക്കുന്നു, ഏത് ഷെൽട്ടറുകളിൽ വളരുന്നു എന്ന് അറിയുവാൻ പോലും ഇവിടുത്തെ ഭരണകൂട സംവിധാനങ്ങൾക്ക് നിലവിൽ പറ്റുന്നില്ല. കാരണം പലപ്പോഴും ഇത്തരം സ്വീകാര്യതകളും അവകാശ പ്രഖ്യാപനങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഔദാര്യത്തിൻ്റെ ഭാഷത്തിൽ മാത്രമാണ്. ഞങ്ങൾക്ക് വേണ്ടത് ഔദാര്യമല്ല, അവകാശമാണ്. ഇവിടുത്തെ പുരുഷൻ അനുഭവിക്കുന്ന എല്ലാ രീതിയിലുള്ള പ്രിവിലേജുകളും അനുഭവിക്കാൻ അർഹരാണ്. സ്ത്രീകളെ പോലെ തന്നെ ഞങ്ങളും. സ്ത്രീകൾക്ക് എത്രത്തോളം സ്വീകാര്യത ലഭിക്കുന്നുവോ അത്രത്തോളം ട്രാൻസ്ജെൻഡേഴ്സിനെ ലഭിക്കണം. ഇവിടെ ഭൂരിപക്ഷമായ സ്ത്രീകൾക്ക് പോലും സ്വീകാര്യത ലഭിക്കാത്ത നാട്ടിൽ എങ്ങനെയാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സിന് സ്വീകാര്യത ലഭിക്കേണ്ടതെന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പോലീസ് വേട്ടയാടിയ തൃശ്ശൂരിലെ 3 ട്രാൻസ്ജെൻഡേഴ്സിൽ ഒരാളായ രാഗരഞ്ജിനി ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായിരുന്നു. പണച്ചിലവുള്ള കാര്യമാണ്. എങ്ങനെ അവർക്ക് അത് നിർവഹിക്കാൻ കഴിഞ്ഞു? അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിന് ഇത്തരം ആരോഗ്യപരമായ ആവശ്യങ്ങൾ വരുമ്പോൾ അവർക്ക് എവിടെ നിന്ന് പണം കിട്ടുന്നു? ആരുടെ പിന്തുണ കിട്ടുന്നു? ഇനി പണം കിട്ടുന്നില്ലെങ്കിൽ അവർക്ക് ജീവിതത്തിൽ തെറ്റായ വഴികളിലേക്ക് സ്വയം പോകേണ്ട സാഹചര്യം ആരുണ്ടാക്കുന്നു? ഈ ഉള്ളറകളിലേക്ക് പോകുമ്പോൾ തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിലെ ഒരു ഫൈസി മാത്രമല്ല ഈ രംഗത്തെ ഏക തെറ്റായ രൂപം എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ആരോഗ്യരംഗം ട്രാൻസ്ജെൻഡേഴ്സിനോട് കാട്ടുന്ന അനീതി എന്തൊക്കെയെന്ന് ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു.